ഗൈസ്, നോബഡി എന്നില്ല പൃഥ്വിരാജിന്റെ പുതിയ ഫിലിമിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ സംസാരിക്കുന്നത്. ഫിലിമിന്റെ ട്രെയിലർ നമുക്ക് ഇവിടെ റൺ ചെയ്യാം. അതിനു മുമ്പായിട്ട് ഫിലിം എന്താണെന്ന് ചോദിക്കുന്നവര് കൺസെപ്റ്റ് എന്താണെന്നൊക്കെ അറിയുന്നവർക്കായി അല്ലെങ്കിൽ അറിയേണ്ടവർക്കായി ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ഫിലിമിലെ പൃഥ്വിരാജ് ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ്. അദ്ദേഹത്തിന്റെ വർക്കിന്റെ ഭാഗമായി റൺ ചെയ്യുന്ന സമയത്ത് ഒരു ബാങ്ക് റോബറി ആയി ഇദ്ദേഹത്തിന് ബന്ധമുണ്ടോ എന്നൊരു സംശയവും പിന്നീട് അതുമായിട്ട് ചെറുത്തു നിൽപ്പും കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടാണ് ഫിലിം കഥ പറഞ്ഞു പോകുന്നത്. ഫിലിമിന്റെ ഡയറക്ടർ എന്നുള്ള വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസാം ബഷീർ, അതുപോലെ തന്നെ റൈറ്റർ സമീർ. അപ്പോ നമുക്ക് ഏതാണ്ട് ട്രെയിലറിലേക്ക് പോവാം. ട്രെയിലർ കണ്ടിട്ട് ബാലൻസിലെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ട്രെയിലർ റൺ ചെയ്യുന്നുണ്ട്. കിടലൻ ലുക്കിലൊക്കെയാണ് പൃഥ്വിരാജിന്റെ ഒരു എൻട്രി ഒക്കെ. ഓക്കെ, Keep your eye on the ball. And your other eye on this burger. Lock in. They can buy one, get one. ട്രെയിലർ കണ്ടോ? രാജുവിന്റെ കയ്യിൽ രാജു സമ്പാദിക്കാത്ത കുറച്ച് സ്വത്തുണ്ട്. എല്ലാരും കൂടെ അധ്വാനിച്ചൊരു മുതല് സാറിന് സ്വന്തമായിട്ട് വിടണമെന്ന് വിചാരിച്ചാ അത് കുറച്ച് കൂടുതലല്ലേ സാറേ? അതുകൊണ്ട് സാറിന് കിട്ടിയ മുതലിന്റെ പകുതിക്ക് ഞങ്ങൾക്കുതാ. കിട്ടിയത് മുഴുവൻ ദേഹത്തുണ്ട്. പകുതിയാക്കണ്ട, മൊത്തമായിട്ട് തന്നേക്കാം. രാജീവ് സാറല്ലേ? സാർ SP ഓഫീസർ എന്ന് വരണമായിരുന്നു. രാജുവിന് ഏത് ബാങ്കിൽ അക്കൗണ്ട്? SSB ഗൾഫിനോ? അവിടെ തന്നെ. പിന്നെ അതിനാ രാജീവൻ ISFC ബാങ്കിൽ പോയത്? ഈ പറഞ്ഞ രാജീവൻ ഇത് ആദ്യമായിട്ടല്ല വാർത്തകളിൽ നിറയുന്നത്. ഇതിന് മുന്നിലുള്ള സെക്യൂരിറ്റിനെ ലിഫ്റ്റിലിട്ട് തല്ലിയ താനിങ്ങനെ എന്നും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടെന്ന് ഞങ്ങൾ പോലീസുകാരെ പെട്ടുപോലോ. എന്ത് ചെയ്യാനാ സാറേ, കയ്യിലിരിപ്പ് പണ്ടേ കുറച്ച് മോശം. എടാ, ബാങ്കിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ക്യാഷ് ഔട്ട് കറങ്ങി തിരിച്ചടക്കാൻ പറ്റില്ല. ഇവിടെയൊക്കെ പൈസ വെക്കുന്ന സേഫ് ആണോ? ഞങ്ങൾ പിന്നെ അമ്മരെ ചേസ് ചെയ്ത് 2 ദിവസമായിട്ട് അമ്മമാരുടെ പുറകെ നടക്കുക സാറേ. ഓഫീസിലൊക്കെ പരാതിയില്ല, വീട്ടിൽ കയറാൻ വന്നു. അവർക്ക് ഇച്ചിരി ടെൻഷൻ കൊടുത്താലോ? എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി, അത് ഞാൻ തന്നെ കറക്റ്റ് ചെയ്തോളാം. പക്ഷെ എങ്ങനെ കറക്റ്റ് ചെയ്യുന്ന നീ പറയുന്നേ? നിന്റെ ഈ മിസ്റ്റേക്ക് ഇല്ലേ, ഇത് ഇവിടുത്തെ പോലീസുകാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അയാൾക്കൊരു ഫാമിലി ഉള്ളതാണ്. മൈ ഫാമിലി, മൈ കിഡ്സ്, അതൊക്കെയാണ് എന്റെ വലിയ കാര്യം. പിന്നെ രാജീവനൊരു ക്രിമിനലാണ്. അത് മീരയ്ക്കും അറിയാവുന്ന കാര്യമാണ്. രാജീവിനൊന്നും പറയാനില്ലേ? സർ, അതിനി എന്താണെങ്കിലും ഞങ്ങൾക്കൊന്നും അറിയില്ല. അയാളോട് കൂടുതൽ അബദ്ധങ്ങളൊന്നും കാണിക്കാതെ സറണ്ടർ ചെയ്യാൻ പറ. എന്നിട്ടെന്താ, പപ്പയുടെ കൂടെ അടികൂടാൻ വന്നവരായിരുന്നു. ഇപ്പൊ ജീവനോടില്ല. ജൂലൈ 9 റിലീസ്. എല്ലാവർക്കും ഒരുമിച്ച് തിയേറ്ററിൽ പോരുവാൻ. ഇതില് എക്സ്പെഷ്യലി എനിക്ക് പറയാനുള്ളത് പാർവതിയുടെ ആക്ടിങ് കേട്ടോ. പാർവതിയെ കുറച്ചും കൂടി മലയാളം ഫിലിം ഇൻഡസ്ട്രി ഉപയോഗിക്കാനുണ്ടെന്ന് തോന്നുന്നു. പൃഥ്വിരാജ് ഒക്ലാം, അപ്പോൾ മ്യൂസിക്സ് കാര്യങ്ങൾ, സൗണ്ട് കാര്യങ്ങളൊക്കെ കിടലാണ്. അപ്പോൾ ജൂലൈ 9 തിയേറ്ററിൽ വെച്ചാണ്. ഓക്കെ, ബൈ.